സന്മാർഗത്തിന്റെ പ്രകാശം, അമർ ചന്ദ്രൻ. ആ ചന്ദ്രനെ റബീഉൽ അവ്വലിൽ ഉദിപ്പിച്ച റബ്ബത്ര പരിശുദ്ധനാണ്. എന്താ ഇതിന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയുന്നത്? വഔജദ നൂറഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ അല്ലാഹു പടച്ചു വെച്ചു. ഖബല ഖൽഖിൽ ആലം, ലോകം മുഴുവനും പടക്കുന്നതിന്റെ മുമ്പ് നൂറിനെ പടച്ചു എന്ന് മാത്രമല്ല, വസല്ലാഹു മുഹമ്മദാ, ആ നൂറിന് നമ്മൾ മുഹമ്മദ് എന്ന് പേര് വെച്ചു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുജാഹിദിന് ഇത് തീരെ പിടിക്കൂല. ആദ്യം നബിയല്ലേ അല്ല ആദ്യം പഠിച്ച് മുജാഹിദ്. ആദ്യം നബിയെ ആദ്യം പഠിച്ചു എന്ന് പറഞ്ഞത് ശാരീരിക ലോകത്താണ്. അതേ സമയത്ത് അള്ള മാത്രമുള്ള ഒരു ലോകത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ലോകത്ത് അള്ളാഹു ആദ്യമായി പഠിച്ചത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെയാണ്. ഇത് ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുർ റസാഖ് തന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ ജാബിർ തങ്ങൾ നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, മാദാ ഖലഖല്ലാഹു തആല അവ്വലാ, അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ച വസ്തു എന്താണ്? പറഞ്ഞു കൊടുത്തു മറുപടി, നൂറു നബിയിക യാ ജാബിർ, ഓ ജാബിറേ, നിന്റെ നബിയായ എന്റെ നൂറിനെയാണ് അല്ലാഹു ആദ്യമായി പടച്ചതെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നമ്മളെ ശൈലി ശരിക്കും മനസ്സിലാക്കിക്കോ. അല്ലാഹുവിന്റെ ഹബീബടക്കമുള്ള മുഴുവൻ മഹത്തുക്കളുടെയും വിശിഷ്യ ലോകത്ത് ഇനി ഒരാൾക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും ശക്തമായ രൂപത്തിൽ ഏറ്റവും ഉയർന്ന മേഖലയിൽ എത്തിയ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫ്, അവിടുത്തെ പ്രത്യേകത, അത് അംഗീകരിച്ചു കൊടുക്കലാണ് സുന്നത്ത് ജമാഅത്തിന്റെ റൂട്ട്. അതാണല്ലോ വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫി, വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ആ മഹത്വം, അവിടുത്തെ വ്യക്തിത്വത്തിലേക്ക് ഏത് മഹത്വത്തെയും നീ ചേർത്തോ. ഏത് മഹത്വം എനിക്ക് പറയാം, ഏത് മഹത്വം വെറുതെ ഇങ്ങനെ പറയല്ല. തെളിവുള്ള ഇമാമീങ്ങൾ രേഖപ്പെടുത്തിയ റസൂലുള്ളാഹിന്റെ മുഴുവൻ മഹത്വങ്ങളും നീ പറഞ്ഞോ. മഹത്വങ്ങളല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫിന്, അവിടുത്തെ സ്ഥാനത്തിന് ചെറിയ ഒരു ന്യൂനത വരുന്ന ഒരു സംഗതി നമ്മൾ പറയാനോ ചിന്തിക്കാനോ പാടില്ല. ഉദാഹരണം പറയാൻ നൂറെന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, നബി തങ്ങളുടെ പ്രത്യേകത എന്താണ്? 63 കൊല്ലം ജീവിച്ചിട്ട് 63 കൊല്ലത്തെ ജീവിതത്തിന്റെ ഇടയിൽ ഒരു സമയത്തും ഒരു സ്ഥലത്തും ഒരു സന്ദർഭത്തിലും ശറഫാക്കപ്പെട്ട അവിടുത്തെ ശരീരത്തിൽ ഈച്ച ഇരുന്നിട്ടില്ല. വെറുതെ പറഞ്ഞതല്ല. ഇബ്നു ഹജർ തങ്ങൾ എഴുതി വെച്ചു, സകല ഇമാമിങ്ങളും എഴുതി വെച്ചു. അതാരെ പ്രത്യേകതയാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. എപ്പോഴെങ്കിലും ഇരുന്ന ഇല്ല, തീരെ ഇരുന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഈച്ച ഇരുന്നിട്ടില്ലെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത പിന്നെയോ സ്വപ്നസ്ഖലനം ജീവിതത്തിൽ സംഭവിച്ചിട്ടേ ഇല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല, അങ്ങനെ സംഭവിക്കുകയുമില്ല. ഞാനിത് പ്രത്യേകം പറയുന്നത് ഇൻഷാ അല്ലാഹ് സഫർ മാസം കൂടി കഴിയുമ്പോഴേക്ക് റബീഉൽ അവ്വൽ വരുന്നു. മുസ്ലിമീങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഈ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കണം. അല്ലാഹു അവിടുത്തെ ശറഫാക്കപ്പെട്ട ആ മഹാസ്ഥാനം, അതിനെ എന്നും പുകഴ്ത്താനുള്ള മനസ്സും തൗഫീഖും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ എഴുതി വെച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു പരിശുദ്ധമാക്കിയത് മാത്രമല്ല, അവിടുത്തെ ശരീരത്തിന്റെ പ്രത്യേകത തന്നെ നിങ്ങൾ തീയിലിട്ട് നോക്ക്, അത് കരിയുകയില്ല. തീയിൽ വീണാലും കരിയൂല, ഇട്ടാലും കരിയൂല. കാരണം ഒരു തീക്കും ഹബീബായ നബി തങ്ങളുടെ ശരീരത്തെ കരിക്കാനുള്ള പവറില്ല. എന്താ നിങ്ങൾ പറയുന്നത്? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എത്ര കാലം കത്തിച്ചിവിടെ ഉണ്ടാക്കിയ ഈ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു രോമത്തിന് ഒന്നിനു പോലും ഒരു രൂപത്തിലും തീ പിടികൂടിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എയർ കണ്ടീഷൻ ആവാനല്ലേ അള്ളാഹ് പറഞ്ഞത്? ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനേക്കാൾ എത്ര കോടിക്കണക്കിന് സ്ഥാനം വേറെയുള്ള ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ ശരീരവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയും, അത് തിരികേശമായാലും ഏത് ഹബീബിന്റെ ആധാറായാലും ജീവിതകാലത്തും ജീവിതത്തിന് ശേഷവും ഒരു തീക്കും അതിനെ കരിക്കാൻ കഴിയില്ല. ഇതിനാർക്കാണ് ഇവിടെ സംശയം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ ശരീരത്തിന്റെ പവർ പഠിപ്പിച്ചെടുത്ത് മുഴുവൻ ഇമാമിയങ്ങളും ഇത് രേഖപ്പെടുത്തി. ഇനി ഒന്നുകൂടി ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നാടന്മാരായ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതിയല്ലേ ഇത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാണെന്ന് മാത്രമല്ല, ഖദ് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ. സൂറത്ത് മാഇദയുടെ 15-ാമത്തെ ആയത്ത് അല്ലാഹുവിൽ നിന്നുള്ള നൂറാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇമാമിങ്ങൾ എഴുതി വെച്ചത് കണ്ടില്ലേ? 63 കൊല്ലത്തെ ജീവിതത്തിലോ അതിനുശേഷമോ ആ ശരീരത്തിന് നിയൽ എന്ന ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. റസൂലുള്ളാഹിന്റെ പ്രത്യേകത പഠിക്കണം. ഇൻഷാ അല്ലാഹ് അവിടുത്തെ പ്രത്യേകത മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രസംഗിക്കേണ്ടതുണ്ട്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ ഇമാമികളായ സർവ്വപണ്ഡിതന്മാരും എഴുതി വെച്ചു. ഒറ്റ കിതാബ് ഞാൻ ഇവിടെ വായിക്കുന്നു. ഇവിടെ വന്നവർ തിരിച്ചു പോകുമ്പോ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണ്ടേ? അത് മുത്തുനബിയുടെ മദ്ഹായാൽ അത് മതി. അല്ലാഹു ഈ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു എത്ര വലിയ പണ്ഡിതനാണ്. ശാഫിഈ മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥം തുഹ്ഫയുടെ രചയിതാവ്. അതാ അവിടുത്തെ അൽ മിനഹുൽ മക്കി എന്ന കിതാബിൽ അവിടെ എഴുതുകയാണ്, വകാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു ദുആ ബിഅന്ന അല്ലാഹ തആല യജ്അലു കുല്ലൻ മിൻ ഹവാസിഹി വഅഅ്ദാഇഹി വബദനിഹി നൂറാ. ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽമിനഹിൽ എഴുതുകയാണ്, കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളായിരുന്നു യുക്സിറു ദുആ, എപ്പോഴും ദുആഇനെ അധികരിപ്പിച്ചിരുന്നു. ബിഅന്ന അല്ലാഹ തആല, അല്ലാഹു തആല യജ്അലു കുല്ലൻ മിൻ ഹവാസിഹി വഅഅ്ദാഇഹി വബദനിഹി നൂറാ. അവിടുത്തെ അവയവങ്ങൾക്കും അവിടുത്തെ മുഴുവൻ പഞ്ചേന്ദ്രിയങ്ങൾക്കും അവിടുത്തെ ശരീരത്തിന് മുഴുവനും നൂറ് ആക്കാൻ വേണ്ടി, നൂറിനാൽ നിറക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു. അല്ലാഹുമ്മ ജഅൽ സംഈ നൂറാ, അല്ലാഹുമ്മ ജഅൽ ബസരീ നൂറാ, അല്ലാഹുമ്മ ജഅൽ ഖൽബി നൂറാ, അല്ലാഹുമ്മ ജഅൽനീ നൂറാ. ഇമാം ഖബറാനി ഉദ്ധരിച്ച ഹദീസ്. അപ്പൊ എന്റെ ശരീരവും മുഴുവനും നൂറായി നിറക്കണം. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, അപ്പൊ ചിലർക്കൊരു സംശയം, അതെന്താണ്? നൂറാക്കണം എന്നല്ലേ വരുന്നത്? അപ്പൊ നൂറാകുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ നേരുണ്ടായിക്കൂടെ? ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ മറുപടി, അത് പറഞ്ഞത് വരുന്നത് ഇദ്ഹാറൽ ലിബുഖൂഇ ദാലിക, റസൂലുള്ളാഹി നൂറാണ്, പ്രകാശമാണ്, നൂറാണ് എന്ന് സമൂഹത്തിന് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി ആ കിതാബിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നത് കാണാം. വമിമ്മാ യുഅയ്യിദു അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാറ നൂറാ. ഇബ്നു ഹജറിന്റെ വാക്കുകളാണ്. നബി തങ്ങൾ നൂറായിരുന്നു എന്നത് ശക്തമായി തെളിയിക്കുന്നതാണ്. എന്ത്? അന്നഹു കാന ഇദാ മശാ ഫിശ്ശംസി നഹാറൻ അവിൽ ഖമരി ലൈലൻ ലാ യദ്ഹറു ലഹു ദില്ലുൻ. ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, കേട്ടോളൂ, എന്താ പറഞ്ഞത്? അന്നഹു കാന ഇദാ മശാ ഫിശ്ശംസി നഹാറൻ അവിൽ ഖമരി ലൈല, ഏറ്റവും വലിയ വിളക്കായ സൂര്യനും ഏറ്റവും വലിയ വിളക്ക് രാത്രിയിലുള്ള വിളക്ക് ചന്ദ്രനും, ഇത് രണ്ടിലും നബി തങ്ങൾ നടന്നു പോകുമ്പോൾ ലാ യദ്ഹറു ലഹു ദില്ലുൻ, ഒരു നിഴലും അവിടത്തേക്ക് വ്യക്തമായിട്ടില്ല, വെളിവായിട്ടില്ല, ഉണ്ടായിട്ടില്ല. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പറയാണ്, ലിഅന്നഹു ലാ യദ്ഹറു ഇല്ലാ ലികസീഫിൻ വഹുവ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖല്ലസഹു അല്ലാഹു മിൻ സായിരിൽ കസായിഫിൽ ജിസ്മാനിയ വസയ്യറഹു നൂറൻ സർഫാ. എന്തൊരു ഇബാറത്താണിത്!
എന്തൊരു രസകരമായിട്ടാണ് അവിടെ നിന്ന് പറഞ്ഞത്. 100 എന്നതിന്റെ ഓപ്പോസിറ്റിലുള്ള എല്ലാ സംഗതികളിൽ നിന്നും മുഴുവൻ സമയങ്ങളിലും അള്ളാന്റെ റസൂലിനെ അള്ളാഹ് സംരക്ഷിച്ചു. എന്നിട്ട് അവസാനം അവിടെ നിന്ന് പറയുന്നു, അതുകൊണ്ട് തന്നെ ലാ യദ്ഹറു ലഹു ളില്ലുൻ നസ്ലാ, തീരെ തന്നെ ഒരു കാലത്തും ഒരു സമയത്തും ഒരു സ്ഥലത്തും അള്ളാന്റെ റസൂലിന് നയല് ഉണ്ടായിട്ടേ ഇല്ല. അവിടുത്തെ ശരീരത്തിൽ ഈ ചേരുന്നിട്ടില്ല, അവിടുത്തെ ശരീരം കത്തുകയുമില്ല. വൻസുബ് ഇലാ റഅതിഹി മാ ശിഅ്ത മിൻ ശറഫി വൻസുബ് ഇലാ ഖദരിഹി മാ ശിഅ്ത മിൻ ശറഫി. അവിടുത്തെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. സഹോദരങ്ങളെ, ഞാനിത് ഗൗരവമായി പറഞ്ഞ എന്തിനാണെന്നറിയോ? മുജാഹിദുകളെ ഏർപ്പാട് നമ്മൾ എടുക്കാൻ പാടില്ല. അല്ലാഹുക്ക് കൈയുണ്ട് കാലുണ്ടെന്ന് വാദിച്ചത് വജ്ഹ് ഇതുപോലെയുള്ള വാക്കിന് നേരെ അർത്ഥം പറഞ്ഞിട്ടാണ് കേട്ടോ. ഇതേപോലെ ഹദീസിന്റെ ഏതെങ്കിലും ഒരു ലഫ്സ് എന്ന് കാണുമ്പോഴേക്ക് ചാടിയിട്ട് നബിതങ്ങളെ നീൽ എന്നർത്ഥം വെക്കുന്ന ഈ വഹാബിസം അത് തെറ്റാണ്. അത് ചെറുതായി കാണേണ്ടതില്ല. ചെറിയൊരു വഴി അതിന് തുറന്നു കൊടുത്താൽ 1000 ന്യൂനത പറയുന്നതിലേക്ക് അത് എത്തിക്കും. അതുകൊണ്ട് തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ഹിഫ്ദ് ചെയ്തു മാത്രമല്ല, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ വാക്ക് കൂടി ഞാൻ പറയട്ടെ. അവിടുത്തെ പ്രത്യേകത എന്താണ്? ഈ ലോകത്ത് നടക്കാൻ പോകുന്ന സർവ്വകാര്യങ്ങളും നേരെ കണ്ട പോലെ പറഞ്ഞ നേതാവാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഇതിട്ടുന്നില്ല, എല്ലാവരും എഴുന്നേറ്റ് നിന്നോളൂ. ഒന്നടുത്തേക്ക് വരൂ, നമുക്കൊന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. ഹബീബായ നബി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ഒറ്റ സംഭവം മാത്രം അവിടുത്തെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് എന്റെ പ്രസംഗം ഞാൻ നിർത്തും. എല്ലാവരും വരെ പെട്ടെന്ന് അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. വെള്ളിയാഴ്ച കീശേരിയിൽ വെച്ച് വ്യാജ ത്വരീഖത്തും കള്ള ശരീഅത്തും എന്ന വിഷയത്തിലാണ് പ്രസംഗം. എല്ലാവരും അങ്ങോട്ട് എത്തുക. എല്ലാവരോടും ഒറ്റ സംഭവം, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് ഒറ്റ വിഷയം മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഒരൽപ്പം ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു ന്യൂനതയുമില്ല, ആർക്കും അത് പറയാനില്ല. നിങ്ങൾ അബൂജഹലിനോട് ചോദിച്ചു നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ മുഹമ്മദ് കൊണ്ടുവന്ന മതം നമ്മുടെ അസൂയ കൊണ്ട് അംഗീകരിക്കില്ല എന്ന് മാത്രം. എല്ലാവർക്കും അതേ പറയാനുള്ളൂ, അതേ പറയാനുണ്ടാകൂ. കാരണം എന്തുകൊണ്ട്? ഇൻഷാ അല്ലാഹ് മഹ്ശറയിലും നമ്മളെ കൈപിടിക്കാനുള്ള നേതാവ് അതാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരങ്ങളെ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു രംഗം മഹാനായ അല്ലാമ സമർഖന്ദി തങ്ങൾ അവിടുത്തെ തംബീഹിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത് എന്നറിയോ? ഒറ്റ കാര്യമാണ് പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളിൽ ഒരുപാട് ആളുകളെ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാർ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി